ഹായ്, ഇന്ന് നമ്മൾ എക്സലിലെ ഡാറ്റ അതുപോലെ നമ്മുടെ കയ്യിലുള്ള PDF-നെ നമുക്ക് എക്സൽ ടൈപ്പ് ചെയ്യാതെ നമുക്കത് എങ്ങനെ എക്സൽ ഫയലാക്കി ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മുടെ എക്സൽ അസൈൻമെന്റ്സ് ആണ് ഇത്, PDF ആണ്. ഈ PDF-നെ നമുക്ക് ടൈപ്പ് ചെയ്യാതെ നമുക്ക് എക്സൽ ഷീറ്റിക്ക് ഇമ്പോർട്ട് ചെയ്യാം, അത് എക്സൽ ഫയലാക്കിയിട്ട്. നമ്മുടെ PDF നമ്മുടെ സിസ്റ്റത്തിൽ വേണം കേട്ടോ. നമ്മുടെ ഡാറ്റ എടുക്കുക, ഗെറ്റ് ഡാറ്റ എടുക്കുക, ഫ്രം ഫയലിൽ നമ്മൾ PDF എടുക്കുക, ഫ്രം PDF എടുക്കുക. അപ്പൊ നമ്മുടെ ഡ്രൈവിൽ എവിടെയാണോ നമ്മളെ PDF സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇമ്പോർട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ PDF നമുക്ക് എത്ര PDF ഉണ്ടോ നമ്മുടെ ആ ഫയൽ ഫോൾഡറിലുള്ള PDF കാണാൻ പറ്റും. എനിക്ക് വേണ്ടി ടേബിൾ 1, എന്റെ പേജ് എന്ന് പറയുന്നത് ഇതാണ്, 1 എന്നുള്ള പേജാണ്, ഒന്നാമത്തെ അസൈൻമെന്റ്സ് ആണ്. ടേബിൾ ഞാൻ 1 സെലക്ട് ചെയ്തു. ലോഡ് കാരണം നമ്മുടെ വർക്ക് ഇവിടെ കണ്ടോ, നമ്മുടെ PDF നമുക്ക് എക്സൽ ഫയൽ ഡെമോ കാണാൻ പറ്റും. ദെൻ ലോഡ് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കൂലേ, കുറച്ച് ടൈം ഉണ്ട്, എന്നാലും പെട്ടെന്ന് റെഡിയാവും. ഇപ്പൊ നമ്മുടെ ഡാറ്റ എന്തായി, എക്സൽ ഒരു ടേബിൾ ആയി മാറിയിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്താക്കാം, നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിന് ടോട്ടൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈക്വൽ ടു സം ആണ്. നിങ്ങൾ ഫംഗ്ഷൻ ചെയ്ത് കാണിച്ചിരുന്നു, ഡൗട്ട് ഉണ്ടാവും. PDF നമ്മൾ എക്സൽ ഫയൽ ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഈ മാർക്കുകളുടെ ടോട്ടലാണ് ഇത് കാണേണ്ടത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ടോട്ടൽ കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ കിടിലും വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലായി CR ലേൺ എന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.